ഹായ് ഓൾ, നിഹാ ബ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ സ്റ്റിച്ചിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് നമുക്ക് ഓർഡർ കിട്ടി കസ്റ്റമറെ കയ്യിൽ കൊടുക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് കസ്റ്റമർ ചോദിക്കുന്നത് പിന്നെ ഒരു പിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, ഈ ഒരു മോഡൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മോഡൽ ചെയ്യാൻ കഴിയും, നമുക്കറിയാവുന്ന മോഡലാണ് അല്ലേ, നമ്മളെ മനസ്സിലതൊക്കെ ആയിരിക്കും ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ നിനക്ക് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു ഓർഡർ കൺഫേം ആക്കി. പിന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ജസ്റ്റ് ഓർഡർ കിട്ടി കസ്റ്റമർ കയ്യിൽ കൊടുക്കുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടി, കസ്റ്റമർ നമുക്ക് മെറ്റീരിയലൊക്കെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ക്രോപ്പ് ടോപ്പോ പിന്നെ എന്തെങ്കിലും അവരുടെ ചെസ്റ്റ് റൗണ്ട് കറക്റ്റ് ആവുന്ന വിധത്തിലുള്ള ഒരു പിന്നെ ഡ്രസ്സ് എന്തായാലും കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് പറയട്ടോ. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. നമ്മൾ ഫസ്റ്റ് തന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി പാടായിരിക്കും. മറ്റേത് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു ആശ്വാസമായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടി, കസ്റ്റമർ കൊണ്ടുവന്ന് തന്ന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അളവിനുള്ള ആ ഒരു പിന്നെ ഡ്രസ്സും കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം അടുത്തതായിട്ടുള്ള നമ്മളെ പരിപാടി ആ ഒരു മെറ്റീരിയലിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കലാണ്. മെറ്റീരിയലിനെ ഓപ്പൺ ആക്കി നോക്കുക, നമുക്ക് ഏത് മോഡലാണോ കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുള്ളത് ആ ഒരു മോഡലിനുള്ള കറക്റ്റ് മെറ്റീരിയൽ ആ ഒരു ക്ലോത്തിലുണ്ടോ, പിന്നെ ലൈനിങ് കാര്യങ്ങൾ, വർക്ക് പീസ്, ക്രേപ്പ് ലൈനിങ്, നെറ്റ് ഫാബ്രിക് ഇങ്ങനെയുള്ളതൊക്കെ അതിലുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പിന്നെ അതിൻ്റേതായ വിവരങ്ങൾ കൊടുക്കട്ടെ, ഇത്ര മെറ്റീരിയൽ കുറവാണ്, അത്ര മെറ്റീരിയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ കൊടുക്കുക. അതാണ് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം നമുക്ക് മെറ്റീരിയൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കസ്റ്റമർ തന്ന ലുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ മെറ്റീരിയലൊക്കെ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് അളവെടുത്തിട്ട് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുക്കണം അല്ലേ. അപ്പോൾ മെഷർമെൻറ്റ് എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം യോക്ക് ലെങ്ത്താണ് ഞാൻ എഴുതി വെക്കാറുള്ളത്. യോക്ക് ലെങ്ത്ത്, പിന്നെ നമ്മളെ നെക്ക് ഡെപ്ത്ത്, നെക്ക് വിഡ്ത്ത്, ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ അങ്ങനെയാണ് ഈ യോക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത് അല്ലേ. പിന്നെ ശേഷം നമ്മൾ കൊടുക്കുന്നത് സ്കേർട്ട് ലെങ്ത്ത്. ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, സ്കേർട്ട് ലെങ്ത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും യോക്ക് ലെങ്ത്തിനെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു ലെങ്ത്തും കൂടി നമ്മളവിടെ പിന്നെ അളവെടുത്ത് വെക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പകുതിയായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, യോക്ക് ഫുള്ളാക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ ആദ്യം തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ സ്കേർട്ട് ലെങ്ത്ത് എത്രത്തോളം എടുക്കണം, കറക്റ്റ് ലെങ്ത്ത് മാത്രമാണ് നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ അധിക ഫ്രോക്കിലും സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രോക്കിൻ്റെ ആ ഒരു സ്കേർട്ട് പോർഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ചിലപ്പോൾ താഴെ ഭാഗത്ത് ഫ്രിൽസ് വരില്ലേ, അപ്പോൾ ആ ഫ്രിൽസിൻ്റെ വിഡ്ത്ത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ആ ഒരു പിന്നെ മെഷർമെൻറ്റിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലതും നല്ല രീതിക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതിന് പുറത്ത് ഇനിയിപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് അതങ്ങനെ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു, നമ്മൾ മെഷർമെൻ്റ് ഒന്നും എഴുതി വെച്ചില്ല. ആ ഒരു പിന്നെ സ്കേർട്ട് പോർഷൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഫ്രില്ല് മാക്സിമം പോയാൽ 3 ഇഞ്ചൊക്കെ ഇക്കാരം. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ഇതേപോലത്തെ ഒരു ഫ്രോക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും, അന്ന് എത്രയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്, ആ വിടുത്ത് അടിപൊളിയായിരുന്നു അല്ലേ, അത് കറക്റ്റ് ആയിരുന്നു അല്ലേ എന്നുള്ള ആ ഒരു പിന്നെ ചിന്ത നമുക്ക് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ആ ഒരു വിടുത്ത് എത്ര എടുത്തത് എന്നുള്ളതൊരു ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു പേജുകളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വിടുത്തും കാര്യങ്ങളും കിട്ടും. പിന്നെ അതേ രീതിക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക സമയത്ത് എത്ര ഏജ് ആയിട്ടുള്ള കുട്ടിക്കാണോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നമ്മളതിൽ പിന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ 6 ഇയർ ബേബി
ആറിയർ ബേബിയാണ്, ആറിയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളതിൽ കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് പിന്നെ ഒരു ആറിയർ ബേബിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് പിന്നെ നമുക്ക് കൂടുതലൊന്നും അതിൽ മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കാണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ പറയില്ല, ഓൺലൈൻ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് ആറിയർ ബേബി ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ തരുന്ന ഷോൾഡർ ചിലപ്പോൾ കുറവായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറയില്ല, അടിയത്തെ ഫ്രില്ല്, പിന്നെ അതേപോലെ തന്നെ സ്ലീവിൻ്റെ വിടുത്ത്, പിന്നെ അതേ രീതിക്ക് തന്നെ നമ്മൾ പഫ് സ്ലീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഫിന് കൊടുത്ത് ആ ഒരു ലെങ്ത്ത് വിടുത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നീടും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ്, ഇപ്പോൾ നമ്മൾ പഫ് സ്ലീവ് കസ്റ്റമർക്ക് ചെയ്തു കൊടുത്തു, അപ്പോൾ ആ ചെയ്തു കൊടുത്ത സമയത്ത് കുറച്ച് പഫ് കുറവാണ്, അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പഫ് സ്ലീവ് വരുന്ന സമയത്ത് അതിനേക്കാൾ 2 ഇഞ്ച് പിന്നെ നമുക്ക് ഹൈയിൽ എന്തായാലും പൊന്തിക്കണ ഇതാണല്ലോ പഫ് സ്ലീവ്. അപ്പോൾ പൊന്തിക്കണത് കുറവായി കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി പിന്നെ എടുത്ത് കാണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഹൈൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് കൂടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ഇതിൽ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ആ ഒരു മെഷർമെൻറ്റ് എഴുതുന്ന സമയത്ത് ആക്കി കൊടുക്കുക. പിന്നെ കുറേ നമുക്ക് എയിമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് പിന്നെ എന്താ പറയുക, വെടി നോക്കേണ്ടിയിട്ടില്ല. ചിലപ്പോൾ ഷോൾഡർ, ആം ഹോള് അതൊക്കെ നമുക്ക് തന്നെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കോട്ടൺ ലൈനിങ്ങിൽ മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ബെറ്ററായിട്ട് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ കോട്ടൺ ലൈനിങ്ങിലാണ് ഏറ്റവും മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാനായിട്ട് സുഖമായിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ആ ഒരു പീസിന് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മുട്ട് സൂചിയൊക്കെ വെച്ച് ഒന്ന് പിന്നെ നല്ല രീതിക്ക് ഫിനിഷ് ആക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഒരു കസ്റ്റമർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പതിയെ നല്ല നീറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഓരോ പോർഷനുകളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക കേട്ടോ. പിന്നെ ഓരോ കോർണർ ഭാഗങ്ങളും നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം. നെക്ക്, ആം ഹോള് അല്ലേ, ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ആ കോർണറുകളൊക്കെ നല്ല കൂർപ്പ് വെച്ചിട്ട്, കത്രികേൻ്റെ കൂർപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ മാർക്കിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിനെ കട്ട് ചെയ്തെടുത്തു അല്ലേ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം നമ്മൾ അയൺ ചെയ്തെടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗം, പിന്നെ ആം ഹോള് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ചോക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കും. നമ്മൾ എന്തായാലും അതിനൊന്നും മറിച്ചിടുമല്ലോ, അപ്പോൾ അതൊന്നും കാണൂല, പുറത്തേക്ക് കാണൂല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മാർക്കിംഗ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നീറ്റാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അല്ലേ. അപ്പോൾ അതിലൊന്നും പിന്നെ കൺഫ്യൂഷൻ ഇല്ല. പിന്നെ അതേ രീതിക്ക് തന്നെ നമ്മൾ മെഷർമെൻറ്റ് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ 2 സൈഡ്, ഇപ്പോൾ ഈ ആം ഹോളൊക്കെ അതേ കാണുന്നത്, ആം ഹോളിൻ്റെ ആ ഒരു 2 സൈഡും കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ. ഒരു സൈഡിൽ പിന്നെ കുറവും ഒരു സൈഡിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടൊക്കെ പിന്നെ തൊട്ടിപ്പുറത്ത് കൂടെ കടിച്ചിട്ട് നമുക്കൊന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ പിന്നെ അളവൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഓരോ ഭാഗങ്ങളും അയൺ ചെയ്തിട്ടും കൂടി ചെയ്യുക. ഇപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് പറഞ്ഞു തന്നിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർ നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ പിന്നെ സെൻഡ് ചെയ്ത് തരുമല്ലോ ഓരോ അളവുകളും. അപ്പോൾ ആ അളവുകൾക്ക് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 1/2 ഇഞ്ച്, ടോട്ടലായിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ അളവുകൾ നമുക്ക് കസ്റ്റമർ തരുന്ന സമയത്ത് അത് അവർ തന്നെ എടുത്തിട്ടായിരിക്കും തരിക അല്ലേ. ഇപ്പോൾ എൻ്റെ മോളുടെ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അളവെടുത്തിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ എന്താവും, നമുക്ക് അളവെടുക്കാൻ ശരിക്കും അറിയില്ല. ടാപ്പ് ലൂസാക്കി പിടിക്കണം, നല്ല ടൈറ്റാക്കി പിടിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു അളവാണ് നമ്മൾ കൊടുക്കല്ലേ. അപ്പോൾ ഡ്രസ്സ് ലൂസായി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ടൈറ്റായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക,
ടോട്ടലായിട്ടൊരു 1/2 ഇഞ്ചൊക്കെ എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഡ്രസ്സ് നല്ല ഫിനിഷാക്കി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ടൈറ്റായി കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ലൂസാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവൂലേ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു രീതിക്കും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, കാരണം കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പിന്നെ ലൂസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവില്ലേ, എന്തായാലും ലൂസ് ഇട്ടിട്ടുണ്ടല്ലോ, എന്തായാലും ടൈറ്റ് ആവില്ല എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ നമുക്ക് എയിമായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എങ്ങനെ മെഷർമെൻറ്റ് എടുത്താലും ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെയാണ് വന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉഷാറാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അയൺ ചെയ്ത് കഴിഞ്ഞ് പാക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി നമുക്ക് കസ്റ്റമറുടെ അടുത്ത് വിവരം പറയണം അല്ലേ. അപ്പോൾ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ടെന്നുള്ളത് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ എമൗണ്ട് പെട്ടെന്ന് തന്നെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടും കൂടി പറയാം കേട്ടോ. എമൗണ്ട് കിട്ടാതെ നമ്മൾ ഒരിക്കലും ഡ്രസ്സ് പിന്നെ കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കരുത്, കാരണം പിന്നെ അത് അങ്ങനെ നീണ്ടുപോകും. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, കാരണം അവർക്ക് മനസ്സിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഈ ഡ്രസ്സ് പാകാവോ, അതുകൊണ്ട് തന്നെ ഞാൻ അവരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് പൈസ തന്നാൽ മതി, അതുവരെ എനിക്ക് എന്തായാലും പൈസ വേണ്ട, ഞാൻ അവരുടെ അടുത്ത് ചോദിക്കൂല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഡ്രസ്സിൽ ലൂസൊക്കെ ചെയ്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ബാക്കിൽ വള്ളിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ഫ്രോക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് എന്ത് ചെയ്യുക, പിന്നെ ചെയ്ത് തന്നിട്ട് മാത്രം നമ്മൾ ഡ്രസ്സ് കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കുക. പിന്നെ ചില കസ്റ്റമർ ക്യാഷ് തരും, പിന്നെ ഡ്രസ്സും കൊണ്ടൊരൊറ്റ പോക്കായിരിക്കും കേട്ടോ, യാതൊരു വിവരം ഉണ്ടാവില്ല. പിന്നെ ചില കസ്റ്റമേഴ്സുള്ള കാര്യങ്ങൾ തുറന്ന് പറയും, ഉഷാറായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ചെറിയ ഫിറ്റ് ഉണ്ട്, മറ്റേ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ചിലർ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല, പിന്നെ അവർ ആ പോക്കായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഓർഡറൊക്കെ നമുക്ക് ചിലപ്പോൾ തരും, പക്ഷെ ആ കൊണ്ടുപോകുന്ന ഡ്രസ്സിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമറൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതായാലും നമ്മൾ എമൗണ്ടൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്തു കൊടുക്കുക. എന്തായാലും നമ്മളെ ഡ്രസ്സ് ഫിനിഷാവും, അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ കൂടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ താഴെ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കട്ടോ.